ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നന്മകളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ ക്രിസ്മസ് യേശുക്രിസ്തുവിൻ്റെ ജനനം സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ ഏറ്റവും വലിയ തിരുനാളാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ ജനിച്ച യേശുക്രിസ്തു നമുക്കായി, ലോകത്തിനായി, ഈ ലോകത്തിൽ രക്ഷകനായി അവതരിച്ചു. അന്ധകാരത്തെ പ്രകാശമാക്കിയുള്ള യേശുവിൻ്റെ ജനനം സർവ്വ ലോകത്തിനും രക്ഷയുടെ സന്ദേശമായിരുന്നു. മാലാഖമാർ പാടിയതുപോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ഏറ്റുപാടുവാനായിട്ടാണ് ഈ ക്രിസ്മസിൽ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ക്രിസ്മസ് സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലാണ്. ഇന്ന് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് സ്നേഹം എന്ന വലിയ വികാരമാണ്. നമുക്കറിയാം, ചക്രവർത്തിമാരൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ അവരെ ആരെയും ഇന്ന് ലോകം ഓർക്കുന്നില്ല. പക്ഷേ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കാൻ പറ്റിയ യേശുവിനെ മാത്രമേ ചരിത്രം ഇന്ന് ഓർക്കുകയും ആ ചരിത്ര പ്രവാചകന്റെ യേശുക്രിസ്തുവിൻ്റെ ജനനം എപ്പോഴും ആചരിക്കുകയും ചെയ്യുന്ന ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ജനനം ചരിത്രത്തെ തന്നെ AD BC എന്ന് രണ്ടായിട്ട് തിരിക്കുകയും യേശുവിൻ്റെ ജനനം ചരിത്രത്തിൽ തന്നെ ഒരു വലിയ തിരുത്തലായിട്ട്, പ്രത്യേകിച്ച് ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായിട്ട് യേശുവിൻ്റെ ജനനം തീർന്നു. അതുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഞാൻ സ്നേഹത്തോടുകൂടി ഈ സന്ദേശം നൽകുകയാണ്. സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ, പ്രത്യേകിച്ചും കളമശ്ശേരി സെന്റ് ജൂഡ് മലങ്കര കത്തോലിക്ക ദേവാലയം സുവർണ ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ ഈ സ്നേഹവും കരുതലും ത്യാഗവും ഒക്കെ പങ്കുവയ്ക്കാൻ അവസരമായി ഈ ക്രിസ്മസ് തീരട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ നന്മകൾ ആശംസിച്ചുകൊണ്ട് വികാരിച്ചു.